നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP എക്സാം എഴുതുന്ന എല്ലാവർക്കും സൈക്കോളജിയുടെ പോർഷനിലേക്ക് ശ്രദ്ധിക്കാം. സൈക്കോളജിയിൽ ഏതാനും സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നോക്കാം. ഒരു റിവിഷൻ ബേസ് നമുക്ക് വേഗം ഓടിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായും സാമൂഹ്യപരമായും വൈകാരികപരമായും വികാസം നേടുന്ന ഘട്ടം ഏതാണ്? ബേസിക്കലി ആദ്യം ഒരു കുട്ടിയെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക. എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണം. ബുദ്ധിപരമായും സാമൂഹ്യപരമായും വൈകാരികപരമായും വികാസം നേടുന്ന ഘട്ടം ഏതാണ്? അന്ത്യബാലം. 9 to 13 വയസ്സാണ്. ബുദ്ധിപരമായും സാമൂഹ്യപരമായും വൈകാരികപരമായും വികാസം നേടുന്ന ഘട്ടം ഏതാണ്? അന്ത്യബാല്യമാണ്. ബുദ്ധിപരമായും സാമൂഹ്യപരമായും വൈകാരികപരമായും വികാസം നേടുന്ന ഘട്ടം ഏതാണ്? അന്ത്യബാല്യം. ഇനി ഉപബോധനത്തിനുള്ള പ്രധാന മാർഗം ഏതാണ്? ഉപബോധനത്തിനുള്ള പ്രധാന മാർഗം അഭിമുഖ സംഭാഷണം. ഉപബോധനത്തിനുള്ള പ്രധാന മാർഗം ഏതാണ്? അഭിമുഖ സംഭാഷണമാണ്. ഉപബോധനം, അഭിമുഖ സംഭാഷണം. നെക്സ്റ്റ് വൺ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മറവിക്കുള്ള പ്രധാന കാരണം എന്താണ്? ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മറവിക്കുള്ള പ്രധാന കാരണം റിപ്രഷൻ, ദമനമാണ്. മറവിക്കുള്ള കാരണം എന്താണ്? ദമനമാണ് അല്ലേ? റിപ്രഷനാണ് കാരണം. മറവി ഉണ്ടാകുന്നതിന് കാരണം റിപ്രഷനാണ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മറവിക്കുള്ള പ്രധാന കാരണം എന്താണ്? റിപ്രഷൻ, ദമനമാണ്. ഒരു കുട്ടിയിൽ മറവി ആരംഭിക്കുന്നത് എപ്പോൾ? പഠനം അവസാനിച്ച ഉടൻ. ഒരു കുട്ടിയിൽ മറവി ആരംഭിക്കുന്നത് എപ്പോഴാണ്? പഠനം അവസാനിച്ച ഉടൻ ആണ്. അടുത്തത്, ശിശുവികാസത്തെ സംബന്ധിച്ച് തത്വങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ശിശുവികാസത്തെ സംബന്ധിച്ച് തത്വങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജീൻ പിയാഷെ. ശിശുവികാസം ജീൻ പിയാഷെ അല്ലെ? ജീൻ ഉണ്ടാവുന്നു, ജീനിൽ നിന്ന് ശിശു ഉണ്ടാവുന്നു. ഓർക്കുക, ജീൻ പിയാഷെ, ശിശുവികാസം. നെക്സ്റ്റ്, ആരുടെ പഠനക്ഷമത അളക്കുവാനാണ് BLAT ഉപയോഗിക്കുന്നത്? ആരുടെ പഠനക്ഷമത BLAT ഉപയോഗിക്കുന്നത് അല്ലേ? അന്ധരുടെ. ബ്രെയിൽ ലിപി, BLAT ഓർക്കാം, ബ്രെയിൽ ലിപി ഓർക്കാം, ബ്ലാൻഡ് ഓർക്കാം അല്ലേ? BLAT, ബ്രെയിൽ ലിപി, അന്ധരുടെയൊക്കെ ഓർക്കാം. ആരുടെ പഠനക്ഷമതയാണ്? അന്ധരുടെ. BLAT, BLAT, അന്ധരുടെ. ബ്ലൈൻഡ് എന്ന് ഓർക്കാം, B കിട്ടും അല്ലേ? ബ്രെയിൽ ലിപി ഓർക്കാം, BLAT കിട്ടും. നെക്സ്റ്റ്, ഒരു കുട്ടിയിൽ ഭാഷയുടെയും വിചാരത്തിൻ്റെയും അടിത്തറയിടുന്ന ഘട്ടം ഏത്? ഒരു കുട്ടിയിൽ ഭാഷയുടെയും വിചാരത്തിൻ്റെയും അടിത്തറയിടുന്ന ഘട്ടം ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം. ഭാഷയുടെയും വിചാരത്തിൻ്റെയും അടിത്തറയിടുന്ന ഘട്ടം ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം. ഭാഷയുടെയും വിചാരത്തിൻ്റെയും അടിത്തറയിടുന്ന ഘട്ടം ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം. അടുത്തത്, വിനെക്റ്റ് പദ്ധതിയുടെ ജനയിതാവ് ആരാണ്? കാർട്ടൻ വാഷ്ബേൺ. വിനെക്റ്റ് പദ്ധതിയുടെ ജനയിതാവ് ആരാണ്? കാർട്ടൻ വാഷ്ബേൺ. നെക്സ്റ്റ് വൺ, ആത്മവിശ്വാസവും അനുഭവവും കുറഞ്ഞ കുട്ടികളിൽ സ്മരണ നിലനിർത്തുവാൻ അനുയോജ്യമായ പഠന രീതി. ആത്മവിശ്വാസവും അനുഭവവും കുറഞ്ഞ കുട്ടികളിൽ സ്മരണ നിലനിർത്താൻ അനുയോജ്യമായ പഠന രീതി ഏതാണ്? അംശിക പഠനമാണ് ആത്മവിശ്വാസം കുറഞ്ഞവർക്ക് ഏറ്റവും ബെസ്റ്റ്. അംശിക പഠനമാണ് ആത്മവിശ്വാസം കുറഞ്ഞ കുട്ടികൾക്ക് ഓർമ്മ നിലനിർത്താൻ പറ്റും. അംശികം, ചെറിയ കണ്ടൻറ്റുകൾ, ചെറുതിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, ഏതെങ്കിലും വസ്തുത പഠിച്ചാൽ ഉടനെ തന്നെ ഓർമ്മിച്ചെടുക്കുന്നതിന് എന്ത് പറയുന്നു? ഏതെങ്കിലും വസ്തുത പഠിച്ചാൽ ഉടനെ തന്നെ ഓർമ്മിച്ചെടുക്കുന്നതിന് എന്ത് പറയുന്നു? സത്വര സ്മരണ, പെട്ടെന്നുള്ള സ്മരണ. ത്വര ആഗ്രഹമല്ലേ? സത്വര സ്മരണ. എന്തെങ്കിലും വസ്തുത പഠിച്ച ഉടനെ തന്നെ ഓർമ്മിച്ചെടുക്കുന്നതാണ് സത്വരം. പെട്ടെന്ന് തന്നെ സത്വരയോടുകൂടി സ്മരണ ഓർക്കുന്നു. നെക്സ്റ്റ് വൺ, ഒരു വ്യക്തിക്ക് അനുയോജ്യമായ തൊഴിൽ തിരഞ്ഞെടുക്കാൻ നൽകുന്ന നിർദ്ദേശനം വൊക്കേഷണൽ ഗൈഡൻസ് ആണ് എന്ന് പറയുക. വൊക്കേഷണൽ ഗൈഡൻസ് ആണ്. ഗൈഡൻസ് ആണ് എൻ്റെ മലയാളീകരണമാണ്, അങ്ങനെ കിടക്കാം.
ഒരു വ്യക്തിക്ക് അനുയോജ്യമായ തൊഴിൽ തിരഞ്ഞെടുക്കാൻ നൽകുന്ന ഗൈഡൻസ് എന്താണ്? എന്താ പറയുന്നത്? തൊഴിൽ നിർദ്ദേശനം എന്ന് പറയും. തൊഴിൽപര നിർദ്ദേശനം. നെക്സ്റ്റ് വൺ, ആദ്യമായി നിർമ്മിച്ച ബുദ്ധിമാപിനി ഏതാണ്? പഠനവും വിസ്മൃതിയും ഒരേ സമയം ആരംഭിക്കുമെന്ന് പറഞ്ഞതാരാണ്? എബിംഗ്ഹോസ്. പഠനവും വിസ്മൃതിയും ഒരേ സമയം ആരംഭിക്കുമെന്ന് പറഞ്ഞതാരാണ്? എബിംഗ്ഹോസ് ആണ്. ആദ്യമായി നിർമ്മിച്ച ബുദ്ധിമാപിനി ഏതായിരുന്നു? സൈമൺ മാപിനി. പഠനവും വിസ്മൃതിയും ഒരേ സമയം ആരംഭിക്കുമെന്ന് പറഞ്ഞ ആരാണ്? എബിംഗ്ഹോസ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം ആരംഭിച്ചതാരാണ്? CH റൈസ്. റൈസ് ഉണ്ടെങ്കിൽ ബുദ്ധി വെക്കുന്നു. റൈസ് കഴിച്ച് ബുദ്ധിയാക്കാം. പഠനത്തിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കണമെന്ന് ഗാഗ്നെ അഭിപ്രായപ്പെടുന്നത്? പ്രശ്ന പരിഹരണം. ഗാഗ്നറിൻ്റെ അഭിപ്രായം പഠനത്തിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? പ്രശ്ന പരിഹരണമാണ്. പ്രശ്ന പരിഹരണം. പഠനത്തിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? പ്രശ്ന പരിഹരണമാണ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസത്തിന് ആധാരം എന്താണ്? സ്കീമുകൾ. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനത്തിന് ആധാരം എന്താണ്? സ്കീമുകളാണ്. സ്കീമുകൾ. പിയാഷെ സ്കീമുകൾ. വൈജ്ഞാനിക വികാസം സ്കീമുകൾ. നെക്സ്റ്റ് വൺ, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ മാതൃകയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ. വൈജ്ഞാനിക വികാസ മാതൃക പിയാഷെ ചിന്തനത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുക. ചിന്തനത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുക. ചിന്തനം അതാണ് വരിക. ചിന്തനം. പിയാഷെ വൈജ്ഞാനിക വികാസം ചിന്തനമാണെന്ന് ഓർക്കുക. പിയാഷെ വൈജ്ഞാനിക വികാസം ചിന്തനമാണ്. വൈജ്ഞാനിക വികാസത്തിൻ്റെ ആധാരം സ്കീമുകൾ. ചെറിയ ചെറിയ സ്കീമുകളാണ് പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസത്തിൻ്റെ ആധാരം. അവിടെ ചിന്തനത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. ഇനി 7 മാനസിക ശേഷിയുടെ സമാഹാരമാണ് ബുദ്ധി എന്ന സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കാരൻ ആരാണ്? 7 മാനസിക ശേഷിയുടെ സമാഹാരമാണ് ബുദ്ധി എന്ന സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കാരൻ ആരായിരുന്നു? തഴ്സ്റ്റൺ. അതിൻ്റെ ക്ലാസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. തഴ്സ്റ്റൻ്റെ ആ ഒരു തിയറി വരുന്നത്. നെക്സ്റ്റ്, സ്കിന്നേറിയൽ പ്രോഗ്രാമിംഗ് മറ്റൊരു പേരെന്താണ്? രേഖീയ കാര്യക്രമം. സ്കിന്നേറിയൽ രേഖീയ കാര്യക്രമം. നെക്സ്റ്റ് വൺ, തൻ്റെ ചിന്തകളിലും വികാരങ്ങളിലും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നയാൾ അന്തർമുഖനാണ്. ഇൻട്രോവേർട്ടാണ്. മനസ്സിലാവും. തൻ്റെ ചിന്തകളിലും വികാരങ്ങളിലും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾ അന്തർമുഖൻ, ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടും അല്ലേ? ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും അറിയാലോ. ഇൻട്രോവേർട്ട്. ശിശുവിൻ്റെ 6 മാസം മുതൽ 7 മാസം വരെയുള്ള കാലഘട്ടമാണ് ജൽപ്പനാഘട്ടം. 6 മാസം മുതൽ 7 മാസം വരെയാണ് ജൽപ്പനാഘട്ടം. 1 വയസ്സായ കുട്ടി പദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അനുബന്ധ പഠനത്തിലൂടെ. കുട്ടി ഏകപദവാക്യങ്ങൾ ഉപയോഗിക്കുന്നത് 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെയാണ്. നെക്സ്റ്റ് വൺ, കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്തുന്നതിന് സഹായകമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം. സഹകരണ മനോഭാവം വേണമെങ്കിൽ പ്രോജക്റ്റ് ചെയ്യും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പ്രോജക്റ്റ് ചെയ്യുക. സഹകരണ മനോഭാവം ഉണ്ടാക്കാം. ഒരു കുട്ടി സംഘത്തോടുള്ള കൂറ് ഏറ്റവും അധികം കാണിക്കുന്നത് ആദ്യബാലത്തിൽ. സംഘത്തോടുള്ള കൂറ് കാണിക്കുന്നത് ആദ്യബാലത്തിലാണ് ഏറ്റവും അധികം കൂറ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, കുട്ടികളുടെ കൊഞ്ചലിന് കാരണം തെറ്റായ പഠനമാണ്. 2 മുതൽ 3 മാസം വരെ കുട്ടിയിൽ ഉണ്ടാകുന്ന ഭാഷണ വികസനത്തിൽ എന്താണ്? കുചലം എന്നാണ് പറയുക. നോക്കുക, പഠനം എന്നത് പുരോഗമനാത്മകമായ വ്യവഹാര അനുകൂലമാണെന്ന് പറഞ്ഞതിനാണ്. പഠനം എന്നത് പുരോഗമനാത്മകമായ വ്യവഹാരമാണെന്ന് പറഞ്ഞത് സ്കിന്നറാണ്. പഠനത്തെ പുരോഗമനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. സമൂഹമിതി സോഷ്യോഗ്രാം ആവിഷ്കരിച്ചത് മൊറീനോ. സമൂഹമിതി സോഷ്യോഗ്രാം ആവിഷ്കരിച്ച ആരാണ്? JL മൊറീനോ ആണ്. സമൂഹമിതി സോഷ്യോഗ്രാം മൊറീനോ ആണ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അറിയാലോ, മാക്സ് വെർത്തീമർ. ഗസ്റ്റാൾട്ട് വെർത്തീമർ ആണ്. വെർത്തീമർ 2 റാ വരുമ്പോൾ അല്ലേ, അത് റായായിട്ട് മാറ്റിയാൽ മതി. ഗസ്റ്റാൾട്ട് വെർത്തീമർ. ഈ ടായെ റായായിട്ട് തീർക്കുക. ഗസ്റ്റാൾട്ട് വെർത്തീമറാണ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം വെർത്തീമർ. നെക്സ്റ്റ് വൺ, ക്രിയാഗവേഷണ ആക്ഷൻ റിസർച്ച് ആവിഷ്കരിച്ചല്ലേ? എല്ലാവർക്കും അറിയാം. ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് ആവിഷ്കരിച്ച ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. ക്രിയാഗവേഷണം കോറിയുടെയാണ്. ഗസ്റ്റാൾട്ട് വെർത്തീമറാണ്. ക്രിയാഗവേഷണം കോറിയുമാണ്. ഇനി സർവാംഗിക വയസ്സ് ഓർഗാനിക് ഏജ് എന്ന സങ്കല്പം ആദ്യമായി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് വില്യാർഡ് ഓൾസൺ. ഓർഗാനിക് ഏജ് ഓൾസൺ. സർവാംഗിക വയസ്സ് ഓൾസൺ. വില്യാർഡ് ഓൾസൺ.
സർവാംഗിക വയസ്സ് വില്യഡ് ഓൾസൺ. സർവാംഗികം വില്യഡ് ഓൾസൺ, ഓർത്തിരിക്കുക, സർവാംഗികം ഓൾസൺ. നെക്സ്റ്റ്, വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം 76-ലാണ്. ഇനി 10+2+3 പാറ്റേൺ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ. 10+2+3 കോത്താരി കമ്മീഷൻ അല്ലേ? കോത്താരി 3 ഉണ്ട്. 10+2+3 3 ഇറി അല്ലേ? കോത്താരി കമ്മീഷൻ. 10+2+3 കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് വൺ, ബോധന രീതിയിൽ സംസ്കാര യുഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വിദ്യാഭ്യാസ ചിന്തകൻ. ബോധന രീതിയിൽ സംസ്കാര യുഗ സിദ്ധാന്തം ബോധന രീതിയിൽ സംസ്കാര യുഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? ഹെർബർട്ട് സ്പെൻസർ. ബോധന രീതിയിൽ സംസ്കാര യുഗ സിദ്ധാന്തം സ്പെൻസർ. സ്പെൻസറാണ്. ഹെർബർട്ട് സ്പെൻസറാണ് സംസ്കാര യുഗ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. നെക്സ്റ്റ്, പഞ്ചേന്ദ്രിയ വികാസത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? മോണ്ടിസോറി. പഞ്ചേന്ദ്രിയ വികാസം, മോണ്ടിസോറി സ്കൂൾ എന്ന് ഓർക്കുക. ചെറിയ സ്കൂളിൽ അവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കുഞ്ഞുങ്ങളുടെ കണ്ണ്, മൂക്ക്, നാക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ വികസിക്കുന്നു ഓർക്കുക. പഞ്ചേന്ദ്രിയ വികാസത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? മോണ്ടിസോറി സ്കൂൾ, മോണ്ടിസോറിയാണ്. പഞ്ചേന്ദ്രിയ വികാസത്തിന് പ്രാധാന്യം നൽകിയത് മോണ്ടിസോറി. ഇനി, ഭാവി ജീവിതത്തിന് വേണ്ട തയ്യാറെടുപ്പല്ല വിദ്യാഭ്യാസം എന്ന യഥാർത്ഥ ജീവിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് വന്നു. ജോൺ ഡൂയി ആണ്. നെക്സ്റ്റ് വൺ, പ്രൈമറി സ്കൂളിൽ കുട്ടികളെ ചേർക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 5. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കൊണ്ട് കുട്ടിയുടെ ഏത് പ്രത്യേകതയാണ് പരിശോധിക്കാൻ കഴിയുക? മനോവ്യാപാരം. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കൊണ്ട് കുട്ടിയുടെ ഏത് പ്രത്യേകതയാണ് പരിശോധിക്കുക? മനോവ്യാപാരം. ബ്ലോട്ട് ടെസ്റ്റ് കൊണ്ട് ഇങ്ക് കൊണ്ട് മനസ്സിന് കഴിക്കാം. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് മനോവ്യാപാരം. നെക്സ്റ്റ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധ്യക്ഷൻ വിദ്യാഭ്യാസ മന്ത്രി. കുട്ടി പ്രശംസിക്കപ്പെടുമ്പോൾ നിറവേറ്റപ്പെടുന്ന മാനസിക ആവശ്യം ഏതാണ്? അംഗീകാരം അല്ലേ? കുട്ടിയെ പ്രശംസിക്കുമ്പോൾ അംഗീകരിക്കപ്പെടുന്നവന് തോന്നുന്നു. നെക്സ്റ്റ്, നാഷണൽ കമ്മിറ്റി ഓൺ വുമൻസ് എഡ്യൂക്കേഷൻ അധ്യക്ഷൻ ശ്രീമതി ദുർഗാഭായ് ദേശ്മുഖ്. ആദ്യമായി നവോദയ സ്കൂൾ 86. വിദ്യാഭ്യാസ നയം 86. നെക്സ്റ്റ് വൺ, കടലാസിലോ പുസ്തകത്തിലോ കാണുന്ന ചിത്രം വിക്ഷേപണം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? എപ്പിഡിയാസ്കോപ്പ്. നെക്സ്റ്റ്, വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ. ഓർമ്മയില്ലേ? വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ. വെഷ്ലറിൻ്റെ രീതികൾ. വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ വെയ്സ് ഏത് കഴിവിനെ അളക്കാൻ ഉപയോഗിക്കുന്നു? ബുദ്ധി. ഇൻ്റലിജൻസ് വരുമ്പോൾ നമുക്ക് ബുദ്ധിയാണെന്ന് എഴുതാൻ പറ്റും. വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ വെയ്സ് ഏത് കഴിവിനെ അളക്കാൻ ഉപയോഗിക്കുന്നു? ബുദ്ധിയാണ്. അപകട സാധ്യതയുള്ള പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? അപകട സാധ്യതയുള്ള പരീക്ഷണങ്ങൾ ഇല്ലേ? സ്കൂളിൽ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രദർശന രീതി ഉപയോഗിക്കാം. നെക്സ്റ്റ്, സദാചാരം എന്ന ഒറ്റ വാക്കിൽ വിദ്യാഭ്യാസ ലക്ഷ്യം ഒരുക്കാമെന്ന് പറഞ്ഞ ആരാണ്? ജോൺ ഫ്രെഡറിക് ഹെർബർട്ട്. സദാചാരം ഫ്രെഡറിക് ഹെർബർട്ട്. സദാചാരം മൊറാലിറ്റി, സദാചാരം മോറൽസ് അല്ലേ? മോറൽസിനെ പറ്റി ഹെർബർട്ട് പറഞ്ഞു. മോറൽസിനെ പറ്റി ഫ്രെഡറിക് ഹെർബർട്ട്. സദാചാരം ഫ്രെഡറിക് ഹെർബർട്ട്. മോറൽസ് ഫ്രെഡറിക് ഹെർബർട്ട്. ആറ്റിറ്റ്യൂഡ് സ്കെയിലിൻ്റെ നിർമ്മാതാവ് ആരാണ്? ആരാണത്? തേഴ്സ്റ്റൺ അല്ലേ? ആറ്റിറ്റ്യൂഡ് സ്കെയിൽ നമ്മൾ നേരത്തെ നോക്കിയത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തേഴ്സ്റ്റൺ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ നടക്കുന്ന ശോധകം ഏതാണ്? നിദാന ശോധകം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ നടക്കുന്ന ശോധകം നിദാന ശോധകം. സാമൂഹികാന്തരമാപിനി അതിൻ്റെ ഉപജ്ഞാതാവ്. സാമൂഹികാന്തരമാപിനി സോഷ്യൽ ഡിസ്റ്റൻസ് സ്കെയിൽ ES ബോഗാർട്സ്. നെക്സ്റ്റ്, അധ്യാപകൻ്റെ ശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒരു മാർക്ക് റേറ്റിംഗ് സ്കെയിൽ. നെക്സ്റ്റ്, ഭയം, പരിഭ്രമം തുടങ്ങിയ വികാരങ്ങൾക്ക് അടിസ്ഥാനമായ ജന്മവാസനയാണ് പലായനം. സുൽത്താൻ എന്ന ചിമ്പാൻസിൽ പരീക്ഷണം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് മാക്സ് വെർദിമർ. മാക്സ് വെർദിമർ ആണ് അത്. ടാറ്റ് എന്ന വ്യക്തിമാപന രീതി ആവിഷ്കരിച്ചത് ആരാണ്? മുറയാണ്. പ്രധാനപ്പെട്ട വ്യക്തിത്വ ഘടകങ്ങൾ ഏതെല്ലാം? ഈദ്, അകം, അദ്ദേഹം, സൂപ്പർ ഈഗോ അല്ലേ? ഇനി, ക്ലാസ് റൂമിൽ ഇല്ലാത്ത അച്ചടക്ക പ്രശ്നത്തിന് പ്രധാന കാരണം എന്താണ്? അഭിപ്രേരണ ഇല്ലായ്മ. അഭിപ്രേരണയെ കുറിച്ച് പ്രത്യേകം പഠിക്കാനുണ്ട്. അഭിപ്രേരണ ഇല്ലായ്മയാണ് ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന അച്ചടക്ക പ്രശ്നത്തിന് പ്രധാന കാരണം. അഭിപ്രേരണ ഇല്ലായ്മയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഭിപ്രേരണ. നെക്സ്റ്റ്,
കുട്ടികൾ വികാരപ്രകടനങ്ങൾ പഠിക്കുന്നത് ഡാഷിലൂടെയാണ്. വികാരപ്രകടനം, ഒരാൾ കരയുമ്പോൾ വേറൊരാൾ കരയും അല്ലേ. ഒരാൾ ചിരിച്ചാൽ അവിടെ നിന്നൊരു ചിരി വന്നാൽ ഞാനും ചിരിക്കും, ചിരി കണ്ടാൽ ചിരി വരും. അനുകരണത്തിലൂടെയാണ് കുട്ടികൾ വികാരപ്രകടനങ്ങൾ കാണിക്കുന്നത്, അനുകരണത്തിലൂടെ. നല്ല വ്യക്തിത്വം ഉണ്ടാകുന്നതിന് അനുഗുണമായി വേണ്ടത് എന്താണ്? നല്ല വ്യക്തിത്വം ഉണ്ടാകുന്നതിന് അനുഗുണമായി വേണ്ടത് എന്താണ്? പരിസ്ഥിതി, ചുറ്റുപാട് തന്നെയാണ്. നെക്സ്റ്റ്, ശിശുക്കളുടെ വാത്സല്യം തോന്നിക്കുന്നതിന് പറയാൻ നൽകുന്ന പ്രൊലാക്റ്റിൻ. ഇനി അടുത്തൊന്നുകൂടി, ഭാഷാ സ്വാധീനത വൈജ്ഞാനിക വികസനത്തിന് കാരണമെന്ന് പറഞ്ഞാലാണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭാഷാ സ്വാധീനത വൈജ്ഞാനിക വികസനത്തിന് കാരണമെന്ന് പറഞ്ഞാലാണ് ബ്രൂണറാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ്.